കേരള ഗാനവിവാദത്തിൽ പ്രതികരണവുമായി കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ എത്തുമ്പോൾ വിവാദം പുതിയ തലത്തിലെത്തുകയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ക്ലീൻ ഷേ എന്ന് പറഞ്ഞ് അപമാനിച്ചതാണ് പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഹിന്ദു സംഘടനകളുടെ അവാർഡ് വാങ്ങിയതാണ് തന്റെ പാട്ട് തള്ളാൻ കാരണമെന്ന് ശ്രീകുമാരൻ തമ്പി ആരോപിച്ചു. പാട്ട് അംഗീകരിച്ചില്ലെന്ന് അക്കാദമി സെക്രട്ടറി അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അത് നിഷേധിച്ച് സച്ചിദാനന്ദൻ എത്തുന്നത്. ഇതോടെ അക്കാദമിയിൽ ഒന്നും വ്യവസ്ഥയില്ല എന്ന് വ്യക്തമാവുകയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഗാനത്തിൽ ക്ലീൻ ഷേ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ അക്കാദമി അധ്യക്ഷൻ പാട്ടിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ല എന്നും പറഞ്ഞു. BK ഹരിനാരായണന്റെ പാട്ടാണ് അക്കാദമി സമിതി അംഗീകരിച്ചത്. ആവശ്യപ്പെട്ട തിരുത്ത് പാട്ടിൽ വരുത്താൻ ഹരിനാരായണൻ തയ്യാറായി. ഈ ഗാനത്തിന് സംഗീത സംവിധായകൻ ബിജിപാൽ ഈണം നൽകുമെന്നും സച്ചിദാനന്ദൻ വിശദീകരിച്ചു. ഹരിനാരായണൻ തന്നെയാണ് ബിജിപാലിന്റെ പേര് നിർദ്ദേശിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനലോകത്തെ സംഭാവനകളെയല്ല നിരാകരിച്ചതെന്നും ഒരു പ്രത്യേക ഗാനം മാത്രമാണ് നിരാകരിച്ചത്. പാട്ട് നിരാകരിച്ച കാര്യം അറിയിച്ചോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. നിരാകരണ വിവരം സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. തുടർച്ചയായ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ ചില ശക്തികളുണ്ടോ എന്ന് സംശയിക്കുന്നതായും സച്ചിദാനന്ദൻ പറയുന്നു. ഇതിന് പിന്നാലെയാണ് കടന്നാക്രമണവുമായി ശ്രീകുമാരൻ തമ്പി എത്തിയത്. കടുത്ത വിമർശനമാണ് ശ്രീകുമാരൻ തമ്പി ഉയർത്തുന്നത്. തന്നെ ആരുമൊന്നും അറിയിച്ചില്ല എന്ന് ശ്രീകുമാരൻ തമ്പി പറയുന്നു. ക്ലീൻ ഷേ എന്ന പ്രയോഗം തന്നെ അപമാനിച്ചു. ഗാനം നിരസിക്കാം, പക്ഷേ അത് അറിയിക്കണമായിരുന്നു. അത് കത്തിലൂടെ അറിയിക്കണമായിരുന്നു. അങ്ങനെ കത്തെഴുതാൻ തന്തയ്ക്ക് ജനിക്കണം. ഞാൻ തന്തയ്ക്ക് പിറന്നതുകൊണ്ട് ഏത് സത്യവും പറയും. ആരെയും ഭയമില്ല. സച്ചിദാനന്ദൻ്റെ തൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അറിയില്ല എന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. അതിനിടെ ശ്രീകുമാരൻ തമ്പിയെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നേരത്തെ പറഞ്ഞിരുന്നു. വസ്തുതകൾ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കും. അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് ഗൗരവമുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് പാട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അക്കാദമി നിയോഗിച്ച കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പാട്ടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുമാണ് ഇന്ന് രാവിലെ അറിയിച്ചത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് സച്ചിദാനന്ദൻ ക്ലീൻ ഷേ പരാമർശവുമായി വിഷയം ആളിക്കത്തിച്ചത്. ഇത് സർക്കാരിനും തലവേദനയായി മാറും. സർക്കാരിന് വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് അപമാനിച്ചുവെന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണത്തോട് പ്രതികരിച്ച സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ അപ്രതീക്ഷിതമായാണ് രംഗത്ത് വന്നത്. കേരള ഗാനം തീരുമാനിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ആ കമ്മിറ്റി നിരാകരിച്ചു. പാട്ട് നിരാകരിച്ച കാര്യം ശ്രീകുമാരൻ തമ്പി അക്കാദമി സെക്രട്ടറി അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗാനങ്ങളോട് ആദരവുള്ള വ്യക്തിയാണ് താൻ. ഇത് ഒരാളുടെ തീരുമാനമല്ല, മറിച്ച് ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് കമ്മിറ്റിയിൽ ഒരാൾക്കും അംഗീകരിക്കാൻ തോന്നിയില്ല. എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലളിതമായ ഗാനമല്ല എന്നതുൾപ്പെടെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ആ ഗാനം നിരാകരിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനലോകത്തെയല്ല, ആ പ്രത്യേക ഗാനത്തെയാണ് നിരാകരിച്ചത് എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്.